ഹലോ, ഗുഡ് ഈവനിങ്. നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് തൊഴുതൊക്കെ വന്ന് പിന്നെ നമ്മുടെ മോൻ അടുക്കളയിലേക്ക് വന്ന് അമ്മ എന്താ നമുക്ക് ചപ്പാത്തി ചൂടാൻ പോവാ. ചിക്കൻ കറി ഉണ്ടെന്ന് നമുക്ക് ചിക്കൻ കറി ആയിരുന്നു. ചിക്കൻ ഫ്രൈ ഇതാ കൂട്ടി വാക്കിയ വെജ് പരിപ്പും ഇളവനും കറി, നല്ല മോര്, ചോറ് ബാലൻസ് ചെയ്തോളൂ. ആരും കഴിക്കില്ല രാത്രി. അതുകൊണ്ട് തന്നെ മറക്കാൻ സ്ഥലമില്ലാത്തതിനെ കൊണ്ട് നമ്മൾ ഇനി ചിലപ്പോൾ അമ്മായി കഴിക്കും. അമ്മയോട് കഴിച്ചോളാൻ പറയണം. അപ്പോൾ നമ്മൾ കുറച്ച് ചിക്കൻ കൊണ്ടുവന്നിട്ടുള്ളൂ. ഇനി പയ്യുന്നൊരു 4 കഷ്ണം ഞാൻ എടുത്ത് വെച്ചതല്ല. വൈകുന്നേരം എൻ്റെ കുഞ്ഞിന് സ്നാക്സ് ഉണ്ടാക്കിച്ചിട്ട്. അപ്പം അമ്മ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചപ്പാത്തി ഇടാൻ പോവാണ്. ഞാൻ വിചാരിച്ചത് അമ്മ എന്താ സ്നാക്സ് ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ല, എന്ത് സ്നാക്സ് ഇടാന്ന് പറഞ്ഞു. എങ്ങനെ ആൾ പോയിട്ടുണ്ട്, മേലേക്ക് പോയിട്ടുണ്ട്. ജിമ്മിൽ പോകാനറിയില്ല. മൊബൈലിലോ പിന്നെ നമ്മളെ ലാപ്ടോപ്പിലോ സിനിമേൻ്റെ കാണുമായിരിക്കും. അപ്പോഴേക്കും നമുക്കൊരു സ്പെഷ്യൽ എന്നാണ് എന്നോട് പറഞ്ഞേക്കിന്. ഞാൻ ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കിയപ്പോൾ നല്ല സൂപ്പറായിട്ട്. അമ്മ ഇനി അന്ന് ജിമ്മിന് പോയി നോക്കുമ്പോൾ ഒരു 2 കിലോ കൂടിയുണ്ട്. മെഴുക്കൊക്കെ അങ്ങനെ കഴിച്ചിട്ടായിരിക്കും. മെഴുക്കൊക്കെ ഒഴിവാക്കിയിട്ട് മതിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തുണ്ടാക്കുകയാണെങ്കിലും നമ്മളെ മോമോസ് ബർത്ത്ഡേക്ക് അങ്ങനെ ആവിയിൽ വേവിച്ചൊക്കെ മതി അമ്മ, എനിക്ക് അതൊക്കെ ഇഷ്ടമാണല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ന് ഉള്ളിയും നല്ല ഒരു ചുള്ളി വെളിച്ചെണ്ണ എത്തിച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ അത് പുകഞ്ഞു പോകുന്നത്. ഒരു മുട്ടയും തക്കാളി, ഒരു ഉള്ളിയും ഒരു മുട്ടയും ഒരു തക്കാളിയും ഇച്ചിരി പച്ചമുളക് 2 വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് അത് കലവില ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇതാക്കിയിട്ട് നമുക്ക് കാണാട്ടോ. നമ്മൾ കുറിയൊക്കെ നല്ല വലുതാകുമ്പോഴത്തേന് തുടങ്ങണം കേട്ടോ. അതൊക്കെ ദൈവത്തിൻ്റെ അടുത്തുനിന്ന് നമ്മൾ തുടങ്ങണം. അപ്പോൾ ഗുഡ് ഈവനിങ്. എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലെത്തിയിട്ടുണ്ടാവും. നാളെ ഒന്നുമില്ലല്ലോ, നമുക്ക് ഇത് ഉണ്ടാക്കിയിട്ട് കാണാം. ലെങ്ത് വീഡിയോ ആരും കാണുമല്ലോ എൻ്റെ വീഡിയോ. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. നല്ല സുന്ദരി മക്കളാട്ടോ. നിങ്ങൾക്കിന്ന് നെയ്യിട്ടിട്ട് വേണോ ജാമിട്ടിട്ട് വേണോ? അടക്കി അതില് നമ്മൾ ഉണ്ണിയേട്ടൻ ജാമ് കണ്ടപ്പോ ജാമിട്ടിട്ടാണോ ഒന്നും ചപ്പാത്തി ഇന്ന് ശനിയാഴ്ചയല്ല. അപ്പം നമ്മളിന്ന് രാവിലെ നമ്മൾ പിന്നെ എന്താണ് തേങ്ങാപ്പാൽ ചപ്പാത്തി കൊടുത്തു. ഇന്ന് ഞാൻ കറി ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഈ എൻ്റെ മോന് സ്നാക്സ് ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം നമ്മൾ ആ സ്നാക്സ് ഇതാ 3 എണ്ണമായിട്ട് ഇങ്ങനെ ചുട്ടെടുത്തിട്ടോ. ഇങ്ങനെ വികല്ലേ ഇങ്ങനെ ചുട്ടെടുത്ത് 3 എണ്ണം ഒന്ന് ചുടാണ്ട് കല്ലിൻ്റെ മുകളിലുണ്ട്. ഇതാ പച്ചക്ക് ഇത് കുറച്ച് വലുതാണ്. നമ്മൾ അടുക്കളന്ന് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നേരെ മുഖം ചെയ്ത് വെക്കാം. എന്നിട്ട് മോൻ വരുമ്പോൾ അതൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. അത് ചുട്ട് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉണ്ണിയേട്ട എന്തോ പൈസ എന്തോ എടുക്കാൻ മറന്നിട്ട് വന്നതാണ്. അപ്പം ഉണ്ണിയേട്ടനോട് ഞാൻ ചോദിച്ചു ജാമ് ഇതെന്ത് ജാമിട്ട ചപ്പാത്തിയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു നമുക്ക് നെയ്യ് ഇങ്ങനെ തൂവിയിട്ട് നെരിയിച്ച് മുരിയിച്ച് അതിൻ്റെ മുകളിൽ നല്ല പഞ്ചസാര വിതറും. അപ്പം ഉണ്ണിയേട്ടൻ വരുമ്പോൾ ഞാൻ ചുട്ട് കൊടുക്കുള്ളൂ കേട്ടോ. ഉണ്ണിയേട്ടൻ അവിടെ തിന്നായിരിക്കുമ്പോൾ ചുട്ട് കൊടുക്കുള്ളൂ. അത് ഏത് 10 മണിക്കാണെങ്കിലും 11 മണിക്കാണെങ്കിലും അപ്പോഴേ ചുടുള്ളൂ. അപ്പോൾ അങ്ങനെ തിന്നുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ. അങ്ങനെ തിന്നുണ്ടോ? ആരെങ്കിലും തിന്നുണ്ടാവും? എല്ലാവരും തിന്നുണ്ടാവും. ആരും തിന്നുണ്ടോ? ഞാൻ എന്ത് വീട്ടിൽ തിരക്കി ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമുക്കൊന്ന് വിട്ട് പിടിക്കേണ്ടതായിട്ട്. എന്നാലേ നമ്മളെ ചപ്പാത്തി നമ്മളെ കുഞ്ഞുമത്തി പോലത്തെ മുടി എല്ലാവർക്കും ഒരു പരിഹാസമായിട്ട് എന്നെ അറിയണവർക്ക് ഓളൊരു മുടിയായൊരു കോലം. അത് നമ്മൾ പ്രായമാകുമ്പോൾ നമ്മളെ മുടി എല്ലാവരും പോകും. തോനെ മുടി, പിന്നെ കാലമുടി മാത്രം അവിടെ നിൽക്കും. കാലം നമ്മളെ കൊണ്ടുപോകുമ്പോൾ ആ കാലമുടി പോകത്തുള്ളൂ. അപ്പം നമുക്കിന്ന് ഇതെന്ത് വാങ്ങിയിട്ട് കിട്ടിയാണ് സോസൊക്കെ തരുന്നത്. സോസ് ഞാൻ എൻ്റെ പരിപാടി എൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഉണ്ടാക്കട്ടോ. നമ്മൾ തക്കാളിയൊക്കെ വേവിച്ച് അതിൻ്റെ പാടൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ട് നമ്മൾ ഇച്ചിരി പഞ്ചസാരയും ഇതൊക്കെ ഇട്ടിട്ട് നല്ല കുറുക്കി സോസ് ഉണ്ടാക്കും. നല്ല ടേസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കുന്ന സോസിന്. അപ്പോൾ ഇന്ന് ഇത് 3 എണ്ണം നമ്മളെന്തോ വാങ്ങിയപ്പോൾ കിട്ടിയതാണ്. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ. എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ ചക്കര മുത്തുകളാണ്. അപ്പോൾ നമ്മളിതാ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോണ്. നമ്മൾ ഫസ്റ്റ് ഫില്ലിങ്
ഇതിന് റൗണ്ടിന് കണക്കാക്കിയിട്ട് വെക്കണം. ആ ഒരു അടയാളപ്പെടുത്തലാണ്. അടയാളപ്പെടുത്തൽ നമ്മളിങ്ങനെ പൂവൊക്കെ ഇടൂല, അതേമാതിരി നമുക്ക് ഇത് വെച്ചിട്ട് ഇടാട്ടോ. ഇത് നീണ്ടു പോവോ? അപ്പം നമ്മൾ റൗണ്ടിന് വെച്ച് കറക്റ്റ് വെച്ച് പൂവിട്ട പോലെ വെച്ച് ഇനി നമ്മളിതാ ഇത് വെച്ച് കൊടുക്കുന്നു. അപ്പോൾ ഇത് കറക്റ്റാണല്ലോ. അതാ കറക്റ്റായി. ഈ ചപ്പാത്തീൻ്റെ ഇത് അങ്ങോട്ടേക്ക് നിൽക്കണം കേട്ടോ. അപ്പം നമ്മളിത് റെഡിയാക്കി ഇനി അടുത്ത ഫില്ലിങ് വെക്കണം കേട്ടോ. ഫില്ലിങ് തെയ്യുമായിരിക്കും. പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ, കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും. അതെനിക്ക് അറിയുള്ളൂ. നിങ്ങളെനിക്ക് ഭാഗ്യമായി ഇത്. അത് വരെ അറിഞ്ഞത്. ഇല്ലെങ്കിൽ ശല്യം ഇങ്ങനെ പാടിക്കൊണ്ടേ നിൽക്കുന്നു. അപ്പം നമ്മൾ ഫില്ലിങ് ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇത് ഫുള്ള് തികയണ്ടേ. ഹലോ ഗൈസ്, നമ്മൾ ആ ഫില്ലിങ് ഞാൻ ഇങ്ങോട്ട് മാറ്റി വെക്കാണ്. നമുക്ക് ഈ സോസ് വയ്ക്കാൻ മറന്ന്, നമ്മളെ പാട്ടും തോട്ടത്തിൻ്റെ ഇടയിൽ നമുക്കത് മറന്നു. ഇതാണ് നമ്മളെ ഹൈലൈറ്റ്. ഇനി നമുക്ക് ഇതങ്ങോട്ട് വെച്ചെടുക്കാം. ഇത് വൃത്തിക്ക് വെക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത ലെയറും സെറ്റാക്കി ഇനി നമ്മൾ ഈ സോസ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളെ മോന് എന്തെങ്കിലുമൊക്കെ തിന്നാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ സർപ്രൈസായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയേക്കും. സർപ്രൈസ് ഒന്നും ആയില്ല കേട്ടോ. മേലെ നിന്ന് ഇറങ്ങി വരുമ്പോൾ നേരെ ജിമ്മിന് പോകും. അപ്പം ഞാൻ ജിമ്മിന് പോകുകയാണെങ്കിൽ ഈ അടക്കളയിലേക്ക് പോയാൽ പറയും എന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നത്? അമ്മ എന്തോ ഉണ്ടാക്കേണ്ടതെന്ന്. ഞാൻ എന്തിട്ടാക്കാനാ, മണം നല്ല മൂക്കിനടിച്ചുണ്ട്. അങ്ങനെ അവൻ പോയി. അപ്പം നമ്മളെ അമ്മമാരിങ്ങനെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ അടുത്ത. ഇപ്പം നമ്മൾ എത്ര ഒരു ലെയർ, 2 ലെയർ, 3ാമത്തെ ലെയർ വയ്ക്കുന്നത്. അപ്പം നമുക്ക് 3ാമത്തെ ലെയർ നമ്മൾ സെറ്റ് ചെയ്തു. അപ്പോൾ നമ്മളെ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും നമ്മൾ തിന്നാളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് സർപ്രൈസ് ഉണ്ടാക്കി കൊടുക്കുക. തിന്നാത്ത മക്കളാണെന്നുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാക്കി കൊടുത്തിട്ട് കാര്യമില്ല, 2 നല്ല അങ്ങോട്ട് കൊടുക്കുക തന്നെ. അപ്പോൾ തിന്നാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയാണ്. ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞാൽ ഓരോ പെണ്ണുങ്ങൾ ഉണ്ടാക്കി കൊടുക്കായിരിക്കും. പക്ഷെ നമ്മളടുത്തുണ്ടെങ്കിൽ നമ്മൾ കല്യാണം കഴിഞ്ഞ പെണ്ണിനും ഉണ്ടാക്കി കൊടുക്കും, നമ്മളെ മകനും ഉണ്ടാക്കി കൊടുക്കും. മക്കൾക്ക് നമുക്ക് ആരോഗ്യം ഉണ്ടായാൽ പിന്നെ എന്താണ് നമ്മളെ വീട്ടിൽ വരുന്ന മക്കൾ. ഹലോ ഗൈസ്, അപ്പം നമ്മൾ നോൺ സ്റ്റിക്കിലേക്ക് ആക്കി ഇനി നമ്മൾ ഇതിൽ രസം നെയ്യ് ഒഴിച്ചിട്ട് അടച്ച് വെച്ചാൽ സിമ്മിലിട്ടിട്ട് നമ്മളവിടെ മൂരിക്കും. അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ ജിമ്മിലെ മാഷന്മാരൊക്കെ കാണുന്നെങ്കിൽ ക്ഷമിക്കണം. നമ്മൾ പിന്നെ മെഴുക്കൊക്കെ കൊടുക്കണേൽ പിന്നെ എപ്പോഴെങ്കിലൊക്കെ അല്ലേന്ന് നമ്മൾ ഇച്ചിരി നെയ്യച്ചിരുള്ളൂ. ഇച്ചിരി നമ്മൾ ഇതൊക്കെ ഉരുക്കി നമ്മൾ ഇതിലേക്ക് ആയിക്കോളൂ അല്ലേ. ആയിക്കോളൂ. അപ്പോൾ നമ്മളെ പാനിലേക്കൊക്കെ ആയിക്കോളൂ. അപ്പോൾ നമുക്ക് അടച്ച് വെച്ച് മുരിയിപ്പിച്ച് വേവിക്കാലോ. നമ്മൾ ഇച്ചിരി നെയ്യ് ഇട്ടുള്ളൂ. ഈ ദോശക്കല്ലിലേക്ക് നെയ്യ് വരണ്ടേ. നമ്മൾ ആദ്യം അതിലേക്ക് ദോശക്കല്ലിൽ ഇത് നോൺ സ്റ്റിക്ക് പുതിയതാക്കും, പിന്നെ അടിയിലൊന്നും പിറ്റത്തില്ല. അതിൽ ലേശം ഇവിടെ അങ്ങനെ ആക്കി കൊടുക്കണം. അപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോട്ടോ. ഈ ഞാൻ അടുക്കള വെച്ച് ചെയ്യാൻ നമുക്ക് തീരെ വെളിച്ചെയ്യാം. നമുക്കൊരു ട്യൂബൊക്കെ ഉള്ളതായിരുന്നു. ഇപ്പോൾ എത്രയോ ആയി ട്യൂബൊക്കെ ഫിറ്റ് ചെയ്തിട്ട്. നമുക്ക് എന്തെങ്കിലും പരിപാടി വരുമ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ട്. അപ്പം ജിമ്മ് മാഷ്മാരൊക്കെ കണ്ടെങ്കിൽ സോറി ഇനി കൊടുക്കില്ല. എപ്പോഴെങ്കിലൊക്കെ ഒരു നെയ്യൊക്കെ കുട്ടികൾ നന്നായിട്ട് കളിക്കുന്നത്, എപ്പോഴെങ്കിലൊക്കെ ഒന്ന് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. അപ്പം നമുക്ക് ഇനി ഇത് അടച്ച് വെച്ച് ഇതിൻ്റെ മുകളിൽ വെച്ച് സുമ്മൽ 15 മിനിറ്റ് കരിയും. 15 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ 5 മിനിറ്റ് ആയിട്ട് നമുക്ക് തുറന്നു നോക്കാം. ലവ്. ഹലോ ഗൈസ്, അപ്പം നമ്മളെ സംഭവം ഇവിടെ റെഡി. നല്ല വെയിറ്റ് കേട്ടോ, ഭയങ്കര വെയിറ്റ്. നമ്മൾ ചെരിച്ചും വളച്ചും ഒക്കെ വെച്ച് അങ്ങനെ മൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം റെഡി ആയിട്ട് നമ്മൾ ഈ കാസ്ട്രോൾ വെച്ചിട്ട് അടച്ച് വെക്കുക. കാരണം നമ്മളെ മോന് നെരിമൊരി ഒന്നും ഇഷ്ടമല്ല. അപ്പോൾ ഒന്ന് സോഫ്റ്റ് ആയിക്കോട്ടെ. ഞാൻ വന്നിട്ട് കാണാം. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാൻ പോവാണ്, നിർത്തുന്നു. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ലൊരു ഞായറാഴ്ച നാളെ ആശംസിച്ചുകൊണ്ട് ഈ നൈറ്റിൽ നമ്മൾ ഗുഡ് നൈറ്റ് പറയാൻ പോവാണ്. എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് ദൈവത്തിൻ്റെ നാമത്തെ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ മക്കൾക്കൊക്കെ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം തന്നുകൊണ്ട് നമ്മുടെ വീഡിയോ നിർത്താൻ കേട്ടോ. നമ്മളെ പിന്നെന്താ പറയുക, നാളെ കാണാം കേട്ടോ. നാളെ കാണേ. അപ്പോൾ ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ലവ് യു, ശുഭരാത്രി, ഗുഡ് നൈറ്റ്.